ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല മിക്സ്ചർ ചാട്ടാണ്. മിക്സ്ചർ ആദ്യം എന്താ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ മിക്സ്ചർ. പിന്നെ ഇത് ഒരു ഉള്ളി അരിഞ്ഞത്, നമുക്കൊരു ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി സവോള അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി, ഇത് കണ്ട പച്ചമുളക്. ഇത് 10-15 ദിവസമായ പച്ചമുളകാണ്. അപ്പോൾ ഇങ്ങനെ കവറ് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ പച്ചമുളക് എക്ദം ഫ്രഷായിട്ടിരിക്കും. ഇത് കേട്ടോ പച്ചമുളക് നല്ലതായിട്ട് 2 പച്ചമുളക്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ അരിഞ്ഞെടുക്കാം. ഇങ്ങോട്ട് മല്ലിയില കഴുകി വെള്ളം വാർന്നു കഴിഞ്ഞ് ഇങ്ങനെ കവറിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവാതെ ഇരിക്കും കേട്ടോ. നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് ഇത്. കേട്ടോ, അതും ഈ കരിവേപ്പിലയും അങ്ങനെ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഫ്രഷായിട്ടായിരിക്കും. ഇത് 4 ദിവസമായി കേട്ടോ, 4 കൂടുതലായി. അപ്പോൾ നമുക്ക് ഈ മല്ലിയില അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം തയ്യാറായി. ഒരു ടൊമാറ്റോ, ഒരു ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇതാ ഈ മിക്സ്ചറാണ്. ഈ മിക്സ്ചറ് ആവശ്യാനുസരണം ഇതിൻ്റെ അകത്തേക്ക് ഇടുക. നിങ്ങൾക്ക് എത്ര വേണം അത്രയും ഇടുക. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ മിക്സ്ചറാണ്. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ പറഞ്ഞ പോലെ ഈ കവറിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇതിപ്പോൾ ഒരു 10-15 ദിവസം ആയതാണ്, ഇതുവരെ കേടായിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് ഇടേണ്ടത് ചാട്ട് മസാല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചാട്ട് മസാല ഇടാം. ഒരു 1/4 സ്പൂണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ശകല ഉപ്പുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം. എനിക്ക് ഇത്തിരി ഉപ്പ് എല്ലാത്തിലും ഇത്തിരി കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടത്. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. അപ്പം നമ്മുടെ ചാട്ട് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ നാസ്ത പോലെ നമുക്ക് രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് കമൻ്റ് ഇടണേ. എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടും. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പം ഇതിന് മിക്സ്ചർ ചാട്ട്. അപ്പോൾ വേറൊരു കാര്യം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ലേ കൂട്ടുകാരെ.